ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഏവർക്കും പ്രഭാത വന്ദനം അറിയിക്കട്ടെ. സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചുള്ള ചിന്തകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പങ്കുവച്ചത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള വേദഭാഗത്ത് 1000-ാം ആണ്ട് വാഴ്ചയെക്കുറിച്ച് യോഹന്നാൻ തൻ്റെ ദർശനത്തിലൂടെ രേഖപ്പെടുത്തുന്നു. അതിൻ്റെ തുടർച്ച എന്ന വണ്ണമാണ് ഇന്നത്തെ ധ്യാനം ക്രമീകരിക്കുന്നത്. സിംഹാസനത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു കാലത്ത് പീഡനത്തിന് വിധേയരായ രക്തസാക്ഷികളായി തീർന്ന ആളുകളാണ്. മഹാസർപ്പം അടച്ചിടപ്പെടുകയും ചെയ്തു. അത് അനുതാപത്തിൻ്റെ സമയം ആയിരിക്കും. അങ്ങനെ ഒരു സമയം ലഭിക്കുന്നത് അനുതാപത്തിൻ്റെ സമയമായി യോഹന്നാൻ കരുതുന്നു. രാഷ്ട്രങ്ങളും തലമുറകളും തങ്ങളുടെ അധികാരവും സമ്പത്തും കെട്ടുപണി ചെയ്യാൻ ഉപയോഗിച്ച അനീതിയെക്കുറിച്ച് ഓർക്കും. പീഡിതരുടെ ചരിത്രം അക്കാലത്ത് ആഖ്യാനം ചെയ്യും. പീഡകരുടെ പ്രതിമകൾ തകർക്കപ്പെടും. നീതിക്കും സത്യത്തിനും വേണ്ടി നിശബ്ദം രക്തസാക്ഷിത്വം വഹിച്ചവരുടെ ധീരമായ ജീവിതം പ്രശംസിക്കപ്പെടും. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ചക്രവർത്തിമാരും സ്വേച്ഛാധിപതികളും പഴമയുടെ സമ്പന്നന്മാരും വളരെ നിർജീവരായിത്തീരും. അവർ ജീവിച്ചിരിക്കയില്ല. അതായത് നിയന്ത്രണം അവരുടെ കൈകളിൽ ആയിരിക്കില്ല. നിഴലിലായിരുന്ന മറ്റുള്ളവരെ സ്മരിക്കുന്ന ഒരു പുത്തൻ കാഴ്ചപ്പാട്, മന്ത്രവാദിനികളായി ചുട്ടുകൊന്ന സ്ത്രീകൾ, വ്യാപാരം ചെയ്യപ്പെട്ട അടിമകൾ, ചൂഷിതരായ കുഞ്ഞുങ്ങൾ, കൊല്ലപ്പെട്ട മനുഷ്യാവകാശവാദികൾ, അങ്ങനെയുള്ളവരെയൊക്കെ ആദരപൂർവം ഓർക്കുന്ന ഒരു പുത്തൻ മനോഭാവ ജന്മമെടുക്കുന്നതാണ് യോഹന്നാൻ്റെ സ്വപ്നം. മെച്ചപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടി നിൽക്കുകയും മരിക്കുകയും ചെയ്ത വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും പീഡിതരുടെയും ഓർമ്മ നിലനിർത്തുന്നതിലൂടെ തങ്ങളുടെ സമൂഹത്തിൽ അനുതാപവും പുതുക്കവും ഉണ്ടാക്കുവാൻ ക്രിസ്ത്യാനികൾക്ക് പ്രത്യേക ചുമതലയുണ്ട്. നമ്മുടെ ഓർമ്മയിൽ അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ ധാരാളം ആളുകൾ ഇങ്ങനെ സമൂഹത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും കർത്താവിന് വേണ്ടിയും രക്തസാക്ഷികളായി തീർന്നിട്ടുണ്ട്. ഡിട്രിച്ച് ബോൺഹോഫർ ക്രിസ്തുവിന് വേണ്ടി ധീരനായി രക്തസാക്ഷിയായി തീർന്ന ആളാണ്. എഡിത്ത് സ്റ്റെയിൻ, മഹാത്മാഗാന്ധി, മാർട്ടിൻ ലൂതർ കിങ്, സ്റ്റീവ് ബിക്കോ, ഓസ്കാർ റൊമീറോ, സന്ത് ലോങ്കോവാൾ, ഇവരെയൊക്കെ നമുക്കറിയാം. ഈ വ്യക്തികളും അറിയപ്പെടാത്ത പിന്നെ ഒട്ടനേകം വ്യക്തികളും, അങ്ങനെയുള്ള എത്രയെത്ര രക്തസാക്ഷികൾ നമ്മുടെ നൂറ്റാണ്ടിൽ നാം ഓർക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടവരായിട്ടുണ്ട്. 1000 വർഷം കഴിയുമ്പോൾ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. ദേശങ്ങളെ ഭരിക്കുന്നതിന് ഒരിക്കൽ കൂടെ പുറത്തു വരികയും ചെയ്യും. 7-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ അതാണ് രേഖപ്പെടുത്തുന്നത്. തുടർന്ന് വരുന്നത് ദർശനത്തിൻ്റെ ഭാഗമല്ല, പിന്നെയോ തിരുവചനം ആധാരമാക്കിയുള്ളൊരു പ്രവചനമാണ്. പല മതേതര സഹസ്രാബ്ദ വാഴ്ചകൾക്കും എന്ന പോലെ ചരിത്ര പുരോഗതിയുടെ അന്തിമഫലമായി മശിക സാമ്രാജ്യം എന്നേക്കുമായി സ്ഥാപിക്കപ്പെടും എന്ന ഒരു വ്യാമോഹമൊന്നും യോഹന്നാന് ഉണ്ടായിരുന്നില്ല. അധികാരത്തിനും ധനത്തിനും വേണ്ടി സാത്താൻ്റെയും മൃഗത്തിൻ്റെയും അതിൻ്റെ പ്രവാചകൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന നശീകരണ യജ്ഞങ്ങളിൽ നിന്ന് ഒരു സമൂഹം പിന്തിരിയുന്നതാണ് യഥാർത്ഥ പുരോഗതി. ഇപ്പോഴും സാത്താൻ്റെ ആകർഷണത്തിന് വിധേയരും
വീണ്ടും വീണ്ടും കബളിപ്പിക്കപ്പെട്ട് ആകർഷിക്കപ്പെടുന്നവരുമായ എല്ലാവരുടെയും ഒത്തുചേർന്നുള്ള ആക്രമണത്തെ അപ്പോൾ അവർക്ക് നേരിടേണ്ടതായി വരും. ഗോഗിനെയും മാഗോഗിനെയും കുറിച്ചുള്ള യെഹെസ്കേൽ പ്രവാചകന്റെ 38-39 അധ്യായങ്ങളിലെ പ്രവചനങ്ങളിലേക്ക് യോഹന്നാൻ മടങ്ങി വരുന്നുണ്ട്. ഈ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. 8-ാം വാക്യത്തിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അന്തിമ ശത്രുവിൻ്റെ പ്രതീകാവതാരമാണ് ഇതൊക്കെ. ശത്രുവിൻ്റെ ആക്രമണത്തിന് അത്യാഗ്രഹവും സമാധാന വിദ്വേഷവും നശീകരണ മോഹവുമല്ലാതെ മറ്റ് കാരണങ്ങളൊന്നുമില്ല. മതിലുകളില്ലാത്ത ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ശാന്തശീലരായ ജനങ്ങളെ അവർ ആക്രമിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം പിന്നീട് വായിക്കാവുന്നതാണ്. ഇസ്രായേലിനെ ആക്രമിച്ച മറ്റ് ശത്രുക്കളുടെ ആക്രമണം അവരുടെ പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് ഒരായുധമായിരുന്നു. എന്നാൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തി സമാധാനത്തിൽ പാർക്കുന്ന ശക്തിരഹിതരായ ഇസ്രായേലിനെയാണ് ഗോഗും മാഗോഗും ആക്രമിക്കുന്നത്. അതുപോലെ സാത്താൻ ജനതകളെ ഒന്നിച്ചുകൂട്ടി വിശുദ്ധന്മാരുടെ നിവാസത്തിലേക്ക്, മശിഹായുടെ നീതിയും സമാധാനവും വാഴുന്ന പ്രിയ നഗരത്തിലേക്ക് പോകാൻ ഒരുക്കുന്നു. ജീവന്റെയും സമാധാനത്തിൻ്റെയും വഴി പഠിക്കാനല്ല, പകരം അത്യാഗ്രഹത്തിൻ്റെയും മരണത്തിൻ്റെയും ഭരണത്തിന് ബദലായി ഒന്നുണ്ട് എന്നതിൻ്റെ തെളിവ് നശിപ്പിക്കാനാണ് സാത്താൻ്റെ ശ്രമം. എന്നാൽ നമ്മൾ വായിക്കുന്നു, ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ചരിത്രപരമായ പോരാട്ടങ്ങളിൽ മൃഗീയ അധികാരങ്ങൾ തകർക്കപ്പെടുന്നു. ചക്രവർത്തിമാരും സ്വേച്ഛാധിപതികളും ചൂഷണ ഭരണങ്ങളും വിമോചന പ്രസ്ഥാനങ്ങളാൽ തകിടം മറിക്കപ്പെട്ടിട്ടുണ്ട്. ദുഷ്ടഭരണത്തിന് പ്രചോദനം നൽകുന്ന ആത്മാവായ പഴയ പാമ്പിനെ എതിർക്കാൻ വഞ്ചിക്കപ്പെടാതെ പിടിച്ചു നിൽക്കുന്നവർക്ക് കഴിയും. എന്നാൽ അതിൻ്റെ അന്തിമ നാശത്തിന് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങുക തന്നെ വേണം. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗത്തോടും അതിൻ്റെ കള്ളപ്രവാചകന്മാരോടുമൊപ്പം ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ എറിയും. എന്നേക്കും ദണ്ഡിപ്പിക്കപ്പെടുന്നത് ഭൂമിയെയും മനുഷ്യവർഗത്തെയും ഉപദ്രവിച്ച ഒരു കൗണ്ടർ ട്രിനിറ്റി അല്ലെങ്കിൽ പ്രതിത്രിത്വം മാത്രമാണ് എന്ന് നമ്മെ യോഹന്നാൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ സഹസ്രാബ്ദ വാഴ്ച എന്ന ആ ഒരു ചിന്ത ദൈവത്തോടൊപ്പം നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ ക്രമമാണ്. ഇതേതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം കേന്ദ്രീകരിക്കുന്നു എന്നതല്ല. ദൈവത്തിന് വേണ്ടി നിലപാടുകൾ സ്വീകരിച്ച് നിലനിന്ന ആളുകൾ, രക്തസാക്ഷികളായവർ, ഒരു കാലത്ത് ആക്രമിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും അങ്ങനെ രക്തസാക്ഷികളായി തീരുകയും ഒക്കെ ചെയ്ത ആളുകൾക്ക് ലഭിക്കുന്ന വലിയൊരു പദവിയാണ്. വേണമെങ്കിൽ ഒരു റിവാർഡായി നമുക്കതിനെ കരുതാം. അത് ഒരു ദൈവിക അനുഭവമായി ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അന്ന് ലജ്ജിക്കപ്പെടുന്നത് ഇവരെ ഉപദ്രവിച്ചവരാണ്. അതുകൊണ്ട് ദൈവികമായ നിലപാടുകളോട് യോജിച്ച് നിന്ന് താൽക്കാലികമായ നഷ്ടങ്ങൾ കാര്യമാക്കാതെ ജീവിക്കാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ നിർബന്ധിക്കുന്നു. യോഹന്നാന്റെ ദർശനം അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും.
അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. ആരെയെങ്കിലും പ്രത്യേകമായി ശിക്ഷിക്കുക എന്ന അർത്ഥത്തിലല്ല ഇത്. പിന്നെയോ, ദൈവിക നിലപാടുകൾക്കെതിരായി നിലനിന്നവർക്ക് ലഭിക്കാൻ പോകുന്ന ഓഹരിയെക്കുറിച്ചാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിന്ന് ഈ ഭൂമിയിൽ ജീവിക്കാം. ദൈവിക താല്പര്യങ്ങൾക്ക് അനുസൃതരാവാം. കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കരുണയിലും കൃപയിലും അടിയങ്ങളെ ആശ്രയിക്കുന്നു. കർത്താവേ, വിശുദ്ധ വചനത്തിലൂടെ ലഭിക്കുന്ന വലിയ പ്രത്യാശയ്ക്കായി സ്തോത്രം. ഏറെ അടിയങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാധ്യതകളുടെ മറ്റൊരു പ്രഭാതത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളുടെ ആയുസ്സിനെ ബലപ്പെടുത്തിയല്ലോ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ദൈവിക നിലപാടുകളോട് അനുസൃതരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ചെറുതും വലുതുമായ ആവശ്യങ്ങളുടെ മധ്യത്തിൽ കൂടെ ഇരിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്ന ദൈവമാണല്ലോ. ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങളോട് സഹതപിക്കുന്ന ദൈവമാണല്ലോ. കർത്താവേ, ഇന്ന് ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നതിന്, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ചുകൊള്ളണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതുവർഷം നൽകണമേ. യേശു മശീഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.